ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മളെ ഗ്ലൂട്ടാത്തോയിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും നെല്ലിക്കയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊരു ഒരു ക്യൂബ് എടുത്തിട്ട് അതിലിട്ടിട്ട് കുടിക്കാൻ കേട്ടോ. നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ABC ജ്യൂസൊക്കെ കുടിച്ചിട്ടുള്ള ശീലമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ മധുരമൊന്നും ചേർക്കാതെ കുടിക്കാൻ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉണ്ടാക്കി രാവിലെ തന്നെ വെറും വയറ്റിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ക്യൂബ് എടുത്തിട്ട് കുടിക്കുന്നത് നല്ലതാണ്. മധുരം വേണമെന്നുള്ളവർക്ക് തുള്ളി തേനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഹണിയൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ഫീൽ കേട്ടോ. നമുക്ക് മൈൻഡ് എന്തോ ഒരു ഇതുപോലെ ഉണ്ടാകും കുടിച്ചാൽ. രാവിലെ തന്നെ ചൂടുവെള്ളം കുടിച്ചാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്, കുടിക്കുന്നവർക്ക് തന്നെ അറിയാം. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ഒന്നും കൂടിയും എന്തോ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാനിവിടെ പിന്നെ രാവിലത്തെ ഇവർക്കുള്ള ടിഫിനൊക്കെ ആക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റും ടിഫിനൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ഇപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും, ഞാൻ 36 വീക്സ് കഴിഞ്ഞ് 37ലേക്ക് സ്റ്റാർട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയില്ല. ഇപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെന്നെ ലാബ് റൂമിൽ കൊണ്ടുപോയിട്ട് പിന്നെ വൈകിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ആക്കി കേട്ടോ. ഡിസ്ചാർജ് ആക്കിയതിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോവുക, ഇന്ന് വീട്ടിലാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരുകയാണ് ചെയ്തത്. കാരണം നമുക്ക് വീട്ടിലെ ആളില്ലാണ്ട് ഇവർ മുത്തും അതുപോലെ തന്നെ മോനും രാവിലെയൊക്കെ വർക്കിന് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടില്ലേന്ന് വെച്ചിട്ട് എനിക്കവിടെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഡോക്ടർ ഞാൻ നിർബന്ധിച്ചിട്ട് പറഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഡിസ്ചാർജ് ആക്കി എഴുതുന്നില്ല, അഡ്മിഷനിൽ തന്നെയാണ് കിടക്കുന്നത്, നൈറ്റ് വല്ല പെയിനൊക്കെ വരികയാണെങ്കിൽ വായോട്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടുന്ന് എസ്കേപ്പ് ആയതാട്ടോ. ഇപ്പോൾ ഇത് രാവിലെ ഞാൻ ഇവർക്ക് മോൻക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തൂന് മീൻകറിയും ഉണ്ടായാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മീൻകറിയും ചട്നിയും പിന്നെ പപ്പടം കൂടി മുത്തൂനാക്കിയിട്ടുണ്ട്. അതുപോലെ മോൻക്ക് പിന്നെ പപ്പടം ചട്നിയും മാത്രം വെച്ചത്. ഇനിയിപ്പോൾ എനിക്ക് വല്ല കറി ഉണ്ടാക്കാനും ചട്നി ഇട്ട് അതങ്ങനെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ പറയും ഞാൻ കറി വാങ്ങിച്ചോളാം അവിടുന്ന് പറയും. 10 രൂപ കൊടുത്ത കറി വാങ്ങാൻ കിട്ടും തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത് ചിലപ്പോൾ ചോറ് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. മുത്തൂന് പിന്നെ അതും പറ്റില്ല. ഭയങ്കര എവിടെയെങ്കിലൊക്കെ ആയിരിക്കും സൈറ്റിലല്ല വർക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കറി കൊണ്ടുപോയേ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പുട്ടാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഇഡ്ഡലി തട്ടിലാണ് ഞാൻ പുട്ടുണ്ടാക്കിയിരിക്കുന്നത് എളുപ്പത്തിന്. പിന്നെ പുട്ടും കുറ്റി അവിടെ അതിൻ്റെ അടിയിലായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടോ. പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂട്ടിയിട്ട് മുത്ത് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അവർ പോയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഗോതമ്പ് വെള്ളത്തിടാമെന്ന് വിചാരിച്ചു. രാത്രി എന്താ പറയുക, നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നഴ്സറിയിൽ നിന്ന് കിട്ടിയ ഗോതമ്പാട്ടോ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ വലിയൊരു കല്ല്. ഇത് പ്രഗ്നൻ്റ് അവർക്ക് കൊടുക്കില്ലേ, നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഒരു ഗോതമ്പും കുറച്ച് ചെറുപയറും ഒരു ശർക്കരയും മാത്രമായിട്ട് ഇവിടുത്തെ നഴ്സറിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഞാനത് കഴുകിയിട്ട് ഇതുപോലെ തന്നെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പാക്കറ്റ് പൊടി ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് എനിക്കിതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കേട്ടോ. അപ്പോൾ ഞാനത് രാവിലെ വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തയോണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും പിന്നെ ഒരു 2-3 നെല്ലിക്ക കേട്ടോ. പിന്നെ ഇതിലൊരു കഷ്ണം ആപ്പിൾ വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തർക്ക് ഇതിനനുസരിച്ച് ഇടാം കേട്ടോ, എന്താ ഇഷ്ടമുള്ളതെന്ന് കരുതിയിട്ട്. ആപ്പിൾ ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ ആപ്പിൾ അങ്ങനെ ഇട്ടില്ല. എനിക്കെന്തോ അടിച്ചേക്കുന്ന ഒരു കറുപ്പുള്ള വരുന്ന ഫീൽ കാരണം ഞാനത് ഇട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി.
കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ശരിക്കും വെള്ളത്തിൻ്റെ ഇതെല്ലാം ഉണ്ടാവുക, കൂടുതൽ ഇതിലത്തെ എക്സ്ട്രാക്റ്റാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് വെള്ളം ഒഴിക്കാതെ അങ്ങനെ അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ നഴ്സറികളിലൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആയവർക്ക് കിട്ടുന്ന സംഭവമാണ് ഈ 3 ഐറ്റംസ് കേട്ടോ. ഗോതമ്പും അതുപോലെ തന്നെ ചെറുപയറും ഈ ശർക്കരയും. ഞാൻ വേറെ സ്ഥലത്തൊക്കെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ആകെ കൂടെ കിട്ടിയതാണ്, നമുക്ക് 6 മാസമുള്ളപ്പോൾ കിട്ടിയതാണ് ഈ 3 ഐറ്റംസ്. അതായത് ഒരു 1/2 കിലോ ചെറുപയറുണ്ടായിരിക്കും, പിന്നെ ഒരു 3 ഉണ്ടായിട്ടുള്ള ശർക്കര ഇല്ല, അതങ്ങനെ 3 ഒരു പാക്കറ്റ് അതൊന്ന് ശർക്കരയും, പിന്നെ 7.5 കിലോന് ഇത് എന്താ പറയുക ഗോതമ്പ്. അത് 3 മാസത്തേക്കാണ്. അത് 6 മാസത്തിൽ കിട്ടിയപ്പോ 6, 7, 8 അങ്ങനെ 3 മാസത്തേക്കാണ്. ഇപ്പൊ നമുക്കിനി 9-ാം മാസം ആയല്ലോ. അപ്പൊ ഇപ്പൊ ഈ മാസം കിട്ടും തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ നാളെ വിളിച്ചപ്പോ വന്നിട്ടില്ല എന്നാ പറഞ്ഞ. ഇനിയിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ടാണ് കിട്ടാന്നുള്ളത് തോന്നുന്നുണ്ട്. നിങ്ങളവിടെയൊക്കെ ആർക്കെങ്കിലും ഇതുപോലെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അതാ പിന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് ആയ കാരണം ഞാൻ വീഡിയോ ഇടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് മിക്സിയിൽ അടിച്ചതുപോലെ ഒരു ഐസ് ട്രേയില് ഞാനിങ്ങനെ ഒഴിച്ചു ഫ്രീസറിൽ വെക്കും കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരം അതേ മുത്ത് വരുമ്പോഴത്തേനും ഞാനിവിടെ കൽത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം നമുക്ക് പണികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വെച്ചാൽ നന്നായി വിശന്നിട്ടാവും വരിക പാവം. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അത് ഞാൻ കൊടുക്കൂട്ടോ. കാരണം ആ സമയത്ത് അവർക്ക് നന്നായിട്ട് വിശപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ കൽത്തപ്പം ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയതാണ് എളുപ്പത്തില്. നമുക്ക് അരി അരച്ചിട്ട് ഉണ്ടാക്കാം, അരിപ്പൊടിയിൽ ഉണ്ടാക്കാം കേട്ടോ. കുറെ മുന്നൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വരുമ്പോ കുറെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണല്ലോ, 2-3 തരം മീനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരും. എന്നിട്ട് രാത്രി നമ്മൾ തന്നെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കും, കായം വരട്ടിട്ട് വെക്കും. അതുപോലെ തന്നെ കറിക്ക് അന്നത്തെ കറി വെക്കും. പിന്നെ 2 ദിവസത്തിനുള്ള വേറെ കറി വെക്കാനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കും കേട്ടോ. അപ്പൊ നമുക്ക് പിന്നെ അന്നത്തെ ദിവസം മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗോതമ്പ് കണ്ട അരച്ചിട്ട് ദോശ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ നൈറ്റിലേക്ക് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുക. കാരണം ഇനിയിപ്പോ ലാസ്റ്റ് ഒക്കെ ആയില്ല, അപ്പോ വെയിറ്റ് ഒന്നും ഇനി കൂടെ ഉണ്ടാന്ന് കരുതിയിട്ട് ഇപ്പൊ സ്കാൻ ചെയ്തപ്പോ അത്യാവശ്യം ഇനി വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനിയും കൂടെ ഉണ്ടാന്ന് കരുതിയിട്ട് ഞാൻ വൈകിട്ട് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പൊ ഇങ്ങനെ അരച്ച് ഒഴിക്കുന്ന ദോശ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കെന്തോ ഇതുപോലെ ഇങ്ങനെ ആക്കാനും പറ്റില്ല കേട്ടോ. മറ്റേ പൊടി കലക്കിയിട്ടുള്ള ദോശക്ക് ടേസ്റ്റ് ഇല്ല. പക്ഷെ ഇത് അടിപൊളി കേട്ടോ. അങ്ങനെ ആരെങ്കിലും അരച്ചിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയട്ടോ. ഇപ്പൊ ഇതേ എന്നെ കറി വെക്കാനായിട്ട് മുത്തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ ഞാൻ മുന്നത്തെ മീന് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ചെമ്മീനും പിന്നെ കുറച്ച് വേറെ മീനും ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെമ്മീൻ കറി വെക്കാം, മറ്റേതങ്ങനെ പൊരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ ഇത് ഉരുളൻകിഴങ്ങ് ചെമ്മീനിലിടാന്ന് കരുതിട്ട്, മുരിങ്ങക്കായൊക്കെ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഉരുളൻകിഴങ്ങ് ഇടാന്ന് കരുതിട്ട് അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ട് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോ നൈറ്റിലേക്ക് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചോറ് അങ്ങനെ രാത്രി ഒഴിവാക്കാന്നുള്ള പ്ലാനായിരുന്നു. അപ്പൊ സാലഡ് ഉണ്ടാക്കാം നമ്മളെ ദോശയിലേക്ക് കരുതിയിട്ട് അത് ഞാൻ അവക്കാഡോ സാലഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോ അവക്കാഡോ ഞാൻ വണ്ടിക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. മുന്നേ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് നാശമായി പോവുക ചെയ്ത്. പിന്നെയാണ് അറിഞ്ഞത് ഓരോന്നോരോന്ന് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് പഴുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചപ്പോ അത് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ആവുന്നില്ല. നമുക്ക് ദിവസം എടുക്കാനുള്ള അത്രയും ആയി ഓരോന്നിടത്ത് പഴുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇനി ആർക്കെങ്കിലും അബദ്ധം പറ്റുന്നുണ്ടെങ്കിൽ ഓരോ അവക്കാഡോ എടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അത് പഴുത്ത് കിട്ടുന്നുണ്ട്. ഇത് പിന്നെ കൊടംപുളി
പച്ച കുടംപുളി നല്ല ഉപ്പിലിട്ട് വെച്ചാണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെയാണ് കറിയിൽ ഇടുന്നത്. കുടംപുളിയുടെ ആ ഒരു നല്ല ഉണങ്ങിയ കുടംപുളിക്ക് ഒരു സ്മെല്ല് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സ്മെല്ലും ഇല്ല. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പൊ ഞങ്ങൾ ഇട്ടിട്ട് കറി വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേ കറി അടുപ്പത്തുണ്ട്. ദോശയും നമ്മളുടെ ഒരുവിധം കഴിയാറായിട്ടുണ്ട്. നമുക്ക് സാലഡിന്റെ റെസിപ്പി ഒന്ന് നോക്കാം കേട്ടോ. സാലഡ് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ഇവിടെ കുക്കമ്പർ എടുത്തിട്ടുണ്ട്. ഇത് കിയാറാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് തൊലിയൊന്നും കളയണ്ട. അത് ഇതുപോലെ ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. പിന്നെ അതിന്റെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ സവാളയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കുമ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇത് കിട്ടാം. ഇനിയിപ്പോ ഇത് നമുക്കൊരു കുഴിയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഫോർക്ക് ഒന്നിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതില് അത്ര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയ സാലഡാണ് കേട്ടോ. നല്ല ചെറിയ കുട്ടികൾക്കല്ല, കാരണം ചെറുനാരങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം കുറച്ച് വലിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നല്ല സാലഡാണ്. അപ്പൊ അത് എല്ലാതും അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സവാളയും പിന്നെ ഇതില് ചെറിയ തക്കാളിയൊക്കെ സാലഡ് തക്കാളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് കൊടുക്കാൻ. പോലെ തന്നെ മാതള നാരങ്ങയില്ലേ, അപ്പൊ അതും ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ളൂ. അതിൽ ചെറുനാരങ്ങയും ഉപ്പും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ നമുക്കൊരു അവക്കാടൊക്കെ ചോയൊക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, ഒരു കറ പോലെ. പക്ഷെ ഇതിന് അതൊന്നും ഇല്ല കേട്ടോ. എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറൊന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഒരു എഗ്ഗ് പുഴുങ്ങിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ എല്ലാവരും തന്നെ വെറുതെ ഇരുന്ന് കഴിക്കും ഒന്നുമില്ലാതെ. ഞാൻ പിന്നെ കുറച്ച് ദോശയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ വെറുതെ തന്നെ എല്ലാവരും എടുത്ത് കഴിക്കും. അപ്പൊ അത്ര നല്ല ടേസ്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് സാലഡാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിൽ ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ദോശയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ സാലഡ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ രണ്ടും കൂടിയിട്ട് കഴിച്ചു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടം. മുത്ത് ഇങ്ങനെ ആദ്യമായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ കറൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ആദ്യം അതിൽ എടുത്തിട്ട് മുത്തുനായിട്ടോ കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. പിന്നെ ദോശയൊന്നും ഇല്ലാതെ അത് മാത്രം എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.